നിങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ നിങ്ങൾക്ക് വിഷമം തോന്നാറില്ലേ? തോന്നും അല്ലേ? സ്വാഭാവികം. നമ്മൾ നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന പല കാര്യങ്ങളെയും മറ്റുള്ളവർ തെറ്റായി ധരിച്ചേക്കാം. അവർക്കറിയില്ലല്ലോ നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന്. തിരിച്ച് നമ്മളും ഇതുപോലെ പല കാര്യങ്ങൾക്കും മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കാറില്ലേ? പുറത്തുള്ളവരുടെ കാര്യം പോട്ടെ എന്ന് വയ്ക്കാം. ഒരുമിച്ച് ജീവിക്കുന്നവരുടെ കാര്യമാണെങ്കിലോ അത് കുറച്ച് വിഷമകരമാണ്. എൻ്റെ ഒരു അനുഭവം പറയാം. അവൾക്ക് 30 വയസ്സ് പ്രായമുണ്ട്. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുക എന്നതാണ്. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ അത്. അതുകൊണ്ട് തന്നെയാണ് പൊറുതിമുട്ടി സൈക്കോളജിസ്റ്റിൻ്റെ സേവനം തേടേണ്ടി വന്നതും. ഭർത്താവിനോടും കുഞ്ഞിനോടും ഒപ്പം അവൾ സ്വന്തം വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അവളുടെ അച്ഛനും അമ്മയും കൂടെയുണ്ട്. സാമ്പത്തികമായോ മറ്റോ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കുടുംബമാണ്. പക്ഷേ അവളുടെ ഒരു പ്രത്യേകത, മറ്റുള്ളവരുടെ വാക്കുകളെ പെട്ടെന്നങ്ങ് തെറ്റിദ്ധരിച്ചു പോകും. അത് കൂടുതലും സ്വന്തം കുടുംബാംഗങ്ങളുടെ കാര്യത്തിലാണ്. നന്മയ്ക്കായി പറഞ്ഞാലും പുള്ളിക്കാരി തിന്മയാകും ചിന്തിക്കുന്നത്. പിന്നെ അതിൻ്റെ പേരിൽ വഴക്കും കരച്ചിലും ഒക്കെയാണ്. എന്നിട്ട് സമാധാനമില്ലേ, സന്തോഷമില്ലേ എന്ന പരാതി വേറെയും. എല്ലായിടത്തും വില്ലത്തി റോളിൽ അമ്മായിയമ്മയാണേൽ ഇവിടെ അമ്മയ്ക്കാണ് ചീത്തപ്പേര് മുഴുവൻ. അമ്മയാണ് ഈ കഥകളൊക്കെ പറഞ്ഞത്. സ്വന്തം അമ്മയും അച്ഛനും ഭർത്താവും ഒക്കെ എന്തെങ്കിലും പറഞ്ഞാലോ ചെയ്താലോ ഒക്കെ അതിനെ തെറ്റിദ്ധരിക്കുക എന്നതാണ് പ്രധാന പ്രശ്നം. അവൾ ചിന്തിക്കും വിധമൊന്നും ആകില്ല യഥാർത്ഥ സംഭവം. അവളോട് അടുത്തിടെ വിഷമിപ്പിച്ച 10 കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. 7 കാര്യങ്ങളും സ്വന്തം വീട്ടിൽ നിന്നുള്ളത് തന്നെയായിരുന്നു. അതിലൊന്ന് ബന്ധുവിൻ്റെ വിവാഹ നിശ്ചയത്തിന് പുള്ളിക്കാരിക്കൊപ്പം ഭർത്താവ് പങ്കെടുത്തില്ല എന്നതായിരുന്നു. അടുത്തത്, വീട്ടിൽ നിന്നും പോയാൽ ഭർത്താവ് ഭാര്യയുടെ ഫോൺ സന്ദേശങ്ങളൊന്നും വായിക്കാനോ കേൾക്കാനോ മെനക്കെടാറില്ലത്രേ. HR മാനേജരായ ഭർത്താവിൻ്റെ അവസ്ഥയാണേ ഇത്. ഇതുപോലെ തന്നെയാണ് മറ്റ് വിഷമങ്ങളുടെയും അവസ്ഥ. ഓരോ വിഷമങ്ങളായി അവളെക്കൊണ്ട് തന്നെ വിശകലനം നടത്തിച്ചു. അതിനെക്കുറിച്ചുള്ള അവളുടെ ഓരോ വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങളെയും റീഫ്രെയിം ചെയ്തു. തൻ്റെ ധാരണകളെയൊക്കെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. അവളുടെ ചില വിഷമങ്ങൾക്കൊക്കെ അടിസ്ഥാനമുണ്ടെന്ന് ബോധ്യപ്പെട്ടെങ്കിലും പോസിറ്റീവായ ചിന്തകൾ മനസ്സിന് സന്തോഷവും സമാധാനവും ഊർജവും നൽകുമ്പോൾ പ്രശ്നങ്ങളുടെ പുറകെ പോകേണ്ട കാര്യമില്ലല്ലോ. ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന ചിന്താധാരണയെ ഒന്ന് മാറ്റി ചിന്തിക്കുകയും മറ്റെന്തെങ്കിലും അർത്ഥം അതിനുണ്ടാകുമോ എന്ന് പുനർവിചിന്തനം ചെയ്യുകയും ചെയ്യുക. നമ്മുടെ ചിന്തകളെ റീഫ്രെയിം ചെയ്യുന്നതിലൂടെ അനാവശ്യമായി നമ്മളിൽ വന്നു ചേർന്ന വികാരത്തള്ളലുകൾക്ക് കടിഞ്ഞാണിടാൻ സാധിച്ചേക്കാം. അനുഭവങ്ങളുടെ മേലുള്ള നമ്മുടെ ഓരോ തോന്നലുകളെയും ഒരിക്കൽ കൂടി ഒന്ന് റീഫ്രെയിം ചെയ്ത് നോക്കുന്നതും മറ്റെന്തെങ്കിലും അർത്ഥമോ വ്യാഖ്യാനമോ അതിനുണ്ടോ എന്ന് നോക്കുന്നതും നമ്മുടെ വൈകാരികമായ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ ലഘൂകരിക്കുകയും മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുകയും ചെയ്യും. വ്യക്തിബന്ധങ്ങളിൽ വിള്ളൽ വീഴാതെയും സഹായിക്കുന്നു ഇത്.